ശത്രുക്കളായി ജനിച്ചു വീണിട്ടും അവസാനമില്ലാത്ത യുദ്ധങ്ങളും മരണങ്ങളും കണ്ടുമടുത്ത് ശാശ്വതമായ സമാധാന സ്വപ്നം കണ്ട രണ്ട് കഥാപാത്രങ്ങൾ. ആഗ്രഹിച്ച സ്വപ്നം ഒന്നായിരുന്നെങ്കിലും അതിലെത്തിച്ചേരാനുള്ള മാർഗം അവരിരുവർക്കും വ്യത്യസ്തമായിരുന്നു. ആരാണ് ശരിയെന്ന് കാഴ്ചക്കാർ നിശ്ചയിക്കട്ടെ എന്ന് കഥാകൃത്ത് പറയാതെ പറഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ചത് ടു ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ക്യാരക്ടേഴ്സിനെയാണ്. ദി ഗോസ്റ്റ് ഓഫ് ഉച്ചിഹ ആൻഡ് ദി ഗോഡ് ഓഫ് ഷിനോബി. നറൂട്ടോ സീരീസിലെ ശക്തമായ ഫാൻ ബേസ് ഉള്ള ഒത്തിരിയധികം ആൾക്കാർ ആരാധനയോടെ കാണുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് മദാറോ ഉച്ചിഹയും ഹാഷിറാമ സെഞ്ചുവും. വാറിംഗ് സ്റ്റേറ്റ്സ് എന്ന കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന ഹാഷിറാമ തന്റെ ബാല്യത്തിൽ കണ്ടതും അറിഞ്ഞതും മുഴുവൻ ഉച്ചിഹ ക്ലാനുമായിട്ടുള്ള യുദ്ധങ്ങളും അത് വരുത്തിവെക്കുന്ന മരണങ്ങളുമായിരുന്നു. സമാധാനത്തിനെന്ന പേരിൽ കുട്ടികളെ അടക്കം പരസ്പരം കൊന്നു തള്ളുന്നത് കണ്ടപ്പോൾ ഹാഷിറാമ തിരിച്ചറിഞ്ഞു, ഇതൊരിക്കലും ശാശ്വതമായ സമാധാനം കൊണ്ടുവരികയില്ല എന്ന്. വെറുപ്പിന്റെ പേരിൽ തുടങ്ങി വെക്കുന്ന യുദ്ധങ്ങൾ അർത്ഥശൂന്യമാണെന്നും അത് തെറ്റാണെന്ന് തിരിച്ചറിയാനും അതിനെ വിമർശിക്കാനും വളരെ ചെറുപ്പത്തിലെ തന്നെ ഹാഷിറാമ സെഞ്ചുവിന് കഴിഞ്ഞിരുന്നു. എന്നാൽ തന്റെ കഴിവുകൾക്കും അപ്പുറമാണ് താൻ കാംക്ഷിക്കുന്ന സ്വപ്നമെന്ന് കാലം തന്നെ ആ ബാലനെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ ഒരിക്കലാണ് ഹാഷിറാമ ആദ്യമായിട്ട് മദാരയെ പരിചയപ്പെടുന്നത്. വെറുപ്പിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന രണ്ട് ക്ലാനിലെ പ്രധാന പ്രോഡിജീസ്. ശത്രുക്കളാണ് എന്ന് ജനിച്ചു വീണ നിമിഷം തൊട്ട് കേട്ടിട്ടും അറിഞ്ഞിട്ടും മരണവും അതിന്റെ ഭീകരതയും ഒരേപോലെ തങ്ങളെ വേട്ടയാടുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ ഇരുവരും പിന്നീട് സുഹൃത്തുക്കളാകുന്നു. പരസ്പരം മറ്റാളുടെ ക്ലാൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും വേർപിരിക്കാൻ മറ്റെല്ലാവരും ശ്രമിച്ചപ്പോഴും അവർക്കിടയിൽ അവരെ ചേർത്ത് നിർത്താനായിട്ട് ഒരു സ്വപ്നമുണ്ടായിരുന്നു. യുദ്ധങ്ങളോ മരണങ്ങളോ ഇല്ലാത്തൊരു നാളെ എന്നൊരു സ്വപ്നം. പക്ഷെ കാലചക്രം തിരിഞ്ഞപ്പോൾ ഇരുവരും ഏറ്റുമുട്ടി. എന്ത് വില കൊടുത്തും തന്റെ അവസാന സഹോദരനായ ഇസൂനെ സംരക്ഷിക്കുമെന്ന വാക്ക് പൂർത്തിയാക്കാൻ മദാരയ്ക്കന്ന് കഴിഞ്ഞില്ല. വാൾമുനയിൽ അന്ന് മദാരയെ കിട്ടിയിട്ടും ഇനിയൊരു യുദ്ധം എന്നേക്കുമായി ഒഴിവാക്കാൻ കഴിയും എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഹാഷിറാമ തന്റെ സഹോദരനെ തടഞ്ഞു. തന്റെ സുഹൃത്തായ മദാരയ്ക്ക് പകരം സ്വന്തം ജീവൻ നൽകാൻ അവിടെ ഹാഷിറാമ തിരിഞ്ഞപ്പോൾ തന്റെ വെറുപ്പും വിദ്വേഷവുമെല്ലാം അകറ്റി മദാര ഹാഷിറാമയെ ചേർത്ത് നിർത്തി. അങ്ങനെ പണ്ട് തങ്ങൾ കണ്ട സ്വപ്നത്തിന് വേണ്ടിയിട്ട് അവരിരുവരും ഒരുമിച്ചു. അങ്ങനെയാണ് ഹിഡൻ ലൈഫ് വില്ലേജ് ഉണ്ടാകുന്നത്. ഷിനോബികളുടെ ദൈവം എന്നറിയപ്പെട്ടിട്ടും അതേ ദൈവത്തിലെ മനുഷ്യനെയും ആ മനുഷ്യനിലെ പരിമിതികളെയും ബലഹീനതയും തുറന്നു കാട്ടിയ ഒരു കാലഘട്ടമായിരുന്നു പിന്നീട് അങ്ങോട്ട്. ടോബിരാമയുടെ വാക്കുകളുടെ പുറത്ത് മദാരയും ഉച്ചിഹ ക്ലാനും ഒക്കെ പതിയെ പിന്തള്ളപ്പെട്ടപ്പോൾ ഹാഷിറാമ അറിഞ്ഞില്ല കാലം തനിക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് എന്താണെന്ന്. ഇതിന്റെ എല്ലാം ബാക്കി പത്രമായിട്ട് വാലി ഓഫ് എൻഡിൽ മദാരയുടെ പിന്നിൽ തന്റെ വാൾ കുത്തിയിറക്കിയപ്പോൾ ഹാഷിറാമ ഒരു കാലത്ത് കണ്ട സ്വപ്നമായിരുന്നു അന്ന് കടപുഴകി വീണത്. നീ ഒത്തിരി മാറിപ്പോയിരിക്കുന്നു എന്ന് മരണത്തിന് തൊട്ടു മുൻപ് മദാര പറഞ്ഞതും ഇതിനടിസ്ഥാനത്തിലാണ്. തന്റെ സുഹൃത്തിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഹൊക്കാഗെയാകാൻ തനിക്ക് അർഹതയില്ലെന്ന് പറഞ്ഞ നറൂട്ടോ ഹാഷിറാമയിൽ നിന്ന് വ്യത്യസ്തനാകുന്നതും അവിടെയാണ്. സമാധാനത്തിനെന്ന പേരിൽ ആരും മരിക്കരുതെന്ന് വിശ്വസിച്ച ഹാഷിറാമയുടെ കൈകൾ കൊണ്ട് തന്നെ തന്റെ ആത്മമിത്രം മരിച്ചു വീണപ്പോൾ കഥാകൃത്ത് കാണികളെ ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്. എത്രമാത്രം നന്മയും ധാർമ്മികതയും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിലും നമ്മുടെ ശരിതെറ്റുകളെ ചോദ്യം ചെയ്യാൻ കാലത്തിന് കഴിയും എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അന്തിമമായിട്ട് ആഗ്രഹിച്ച സ്വപ്നം അതുല്യമായിരുന്നെങ്കിലും അതിലെത്തിച്ചേരാനായിട്ട് മദാര സ്വീകരിച്ച വഴിയും അതിലെത്തിയപ്പോൾ കാലിടറിയ ഹാഷിറാമയുടെ നിലപാടുകളും നറൂട്ടോ സീരീസിലെ ഒരു പാഠമാണ്. എങ്കിലും ഈ കഥാപാത്രങ്ങൾ പറഞ്ഞു വെച്ച മനോഹരമായ ആശയങ്ങളും മൂല്യങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ് നമുക്കൊക്കെ നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കാം.